പൊയ്മുഖം ചാർത്തിയവൻ നിൽക്കവേ കണ്ടിട്ടും കാണാതെ പോകുന്നു പിന്നെയും. കളിപ്പാട്ടമായി തീർത്ത സ്നേഹബന്ധങ്ങൾ മനുഷ്യനെവിടെ? ഇവൾ സമൂഹത്തിലെ കാമഭ്രാന്തന്മാരായ കഴുകന്മാരാൽ പിച്ചി ചീന്തപ്പെട്ട അനേകായിരം പെൺമനസ്സുകളുടെ പ്രതീകം. ഇവൾ ജ്വാല. സഹൃദയരെ, ആധുനിക സമൂഹത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തിനും അനീതികൾക്കുമെതിരെ നിലകൊള്ളുന്ന ഒരുവൾ, നിശബ്ദയാകാനോ ലജ്ജിക്കാനോ വിസമ്മതിക്കുന്ന ഒരുവൾ, പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുമ്പോഴും ശക്തിയും ദൃഢനിശ്ചയമുള്ളവളുമായി ഒരുവൾ. കോബാറിലെ സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു ഇവൾ ജ്വാല. രാവിലെ കോടതിയിലേക്ക്? ഇന്ന് എന്റെ മോളുടെ കേസാ. ജ്വാലയുടേതാണോ? അതെ അതെ. എല്ലാം ശരിയാകും. കേസ് നമ്പർ 625/2013. പ്ലാന്തോട്ടത്തിൽ ജോസഫ് മേരി മകൾ ജ്വാല, 25 വയസ്സ്. ഹാജരുണ്ടോ? 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 ഈ കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ നിങ്ങളുടെ പേര്? ജ്വാല. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത? PhD ഇൻ വുമൻസ് എംപവർമെന്റ്. നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. കൊലപാതകം. ആരെയാണാവോ കൊന്നത്? ഈ സമൂഹത്തിലെ നിരവധി വിഷച്ചെടികളിൽ ഒന്നിനെ. ഇത്ര വിദ്യാഭ്യാസവും വിവരവുമുള്ള നിങ്ങൾ വളരെ ക്രൂരമായി ഒരു പാവം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ഒരു കൊലപാതകയല്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഗ്രാൻഡഡ്. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, ഒരാൾ കൊലപാതകിയാണോ കുറ്റക്കാരിയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. എന്റെ പ്രിയ സുഹൃത്ത് പ്രോസിക്യൂട്ടർ കാട് കയറുകയാണ്. ചിലത് തെളിയിക്കുവാൻ കാടും മലയും കയറേണ്ടി വന്നാൽ കയറുക തന്നെ വേണം. നിങ്ങൾ എന്റെ കക്ഷിയെ പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി നിങ്ങളുടെ ആവശ്യം നടക്കാതെ വന്നപ്പോൾ വളരെ ക്രൂരമായി എന്റെ കക്ഷിയെ കൊലപ്പെടുത്തി. ഇതല്ലേ സത്യം? ഇല്ല, എന്റെ മകൾ തെറ്റുകാരിയല്ല. ഓർഡർ ഓർഡർ. ഇത് കോടതിയാണ്. യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്റെ കക്ഷിയുടെ കൂട്ടുകാരി കൂടിയായ ഒരു സാക്ഷി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഗ്രാൻഡഡ്. ഈ കേസിലെ ഒന്നാം സാക്ഷി പാലമറ്റത്തിൽ വർക്കിയുടെ മകൾ അമല. ഹാജരുണ്ടോ? 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 ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ പേര്? അമല. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഈ നിൽക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾക്കറിയും? അറിയാം. എങ്ങനെ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്.
എത്ര കാലമായി അറിയാം? വളരെ ചെറിയ ക്ലാസ് മുതൽ. എന്നുവെച്ചാൽ നിങ്ങൾ വളരെ നല്ല കൂട്ടുകാരികളാണ് അല്ലേ? അതെ. നിങ്ങളുടെ കൂട്ടുകാരി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവറോൾ. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പറയൂ, ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഇവളെന്റെ വളരെ അടുത്ത കൂട്ടുകാരിയാണ്. നിങ്ങളൊരു കാര്യം അറിയണം. നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ജീവിതവും ജീവനും ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ പ്രിയ കൂട്ടുകാരി രക്ഷപ്പെടണമെന്ന്? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പ്രതിയെ രക്ഷിക്കുവാൻ എൻ്റെ മാന്യ സുഹൃത്ത് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണല്ലേ? സംഭവ ദിവസം നിങ്ങൾ എന്താണ് കണ്ടത്? ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇവളുടെ വഴിവിട്ട ബന്ധങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. സംഭവ ദിവസം ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കൊല്ലപ്പെട്ട അവളുടെ സുഹൃത്തുമായി അവൾ ഉച്ചത്തിൽ കയർക്കുന്നത് എനിക്ക് പുറത്തുനിന്ന് കേൾക്കാമായിരുന്നു. പിന്നീട് അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് ഞാൻ കേട്ടത്. വാതിൽ തള്ളിത്തുറന്ന് ഞാൻ അകത്ത് ചെന്ന് നോക്കുമ്പോൾ രക്തം വാർന്നൊഴുകുന്ന കത്തിയുമായി നിൽക്കുന്ന ജ്വാലയാണ് ഞാൻ കണ്ടത്. ഒരു പ്രകോപനവും കൂടാതെ ഇവൾ അയാളെ കരുതി കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമല്ലേ? അതെ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കൂ. ഇത്രയും നേരം കരയാതിരുന്നു നിങ്ങൾ ഇപ്പോൾ എന്തിനു കരയുന്നു? എനിക്ക് കിട്ടുന്ന എന്ത് ശിക്ഷയായാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച എന്റെ കൂട്ടുകാരി, അല്ല എന്റെ സ്വന്തം കൂടപ്പറപ്പ് എന്നെ തള്ളിപ്പായുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പച്ചക്കള്ളം. കണ്ണീര് കൊണ്ട് കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് പ്രതി. മാന്യനും സൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരനെ തന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിന് അതിക്രൂരമായി പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ ഈ പ്രതിക്ക് അർഹിക്കുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. പ്രതിഭാഗത്തിന് കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. എൻ്റെ കക്ഷി മറ്റാരും സഹായിക്കാനില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ്. സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരാൾ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനിടയിലുണ്ടായ പിടിവലികൾക്കിടയിലാണ് മരണം സംഭവിക്കുന്നത്. അല്ലാതെ അത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നില്ല. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് എൻ്റെ കക്ഷിയെ നിരപരാധിയെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഈ കേസിന്റെ വിധി ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടുമ്പോൾ പറയുന്നതാണ്. ഓർഡർ ഓർഡർ. കേസ് നമ്പർ 625/2013 പ്ലാന്തോട്ടത്തിൽ ജോസഫ് മേരി മകൾ ജ്വാല 25 വയസ്സ്. ഹാജരുണ്ടോ? 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 എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിക്കുമ്പോൾ കോടതി എത്തിച്ചേരുന്നത് പ്രതി കുറ്റക്കാരിയാണെന്നതാണ്. എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും പ്രതിക്കെതിരാണ്, പ്രത്യേകിച്ച് പ്രതിയുടെ ഉറ്റ കൂട്ടുകാരിയുടെ മൊഴികൾ. ഈ കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നു.
ഈ പ്രതി ജ്വാലയെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലിടാൻ ഈ കോടതി വിധിക്കുന്നു. നിങ്ങൾക്കിനി കോടതിയോട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഉണ്ട് സർ. മരണശേഷം എന്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒന്നുകൂടി, എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റുകാരിയല്ല. അതുകൊണ്ട് എന്റെ ശിക്ഷയിൽ ഞാൻ ഇളവ് ചോദിക്കുന്നുമില്ല. പക്ഷേ നാളെയുടെ കോടതിയിൽ ഞാൻ കാത്തിരിക്കും എന്റെ ശരിയും ഈ സമൂഹത്തിന്റെ തെറ്റും വിസ്തരിക്കാൻ. ഇച്ഛായോ, എന്റെ മോളെ കണ്ടു. ഇച്ഛായോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മോളെ കണ്ടോ? പറയൂ, എന്റെ പൊന്നുമോളെ നിങ്ങൾ കണ്ടില്ലേ? എന്താ ഒന്നും പറയാത്തെ? എന്റെ മോളുടെ കാര്യം എന്തായി? കണ്ടു, ഞാൻ കണ്ടു നമ്മുടെ പൊന്നുമോളെ. എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ സംതൃപ്തിയുള്ള മുഖഭാവം കണ്ടു. ഒരു പകവിടലിന്റെ മുഖഭാവം. സമൂഹവും അവളോട് കാണിച്ച നെറുകേടിന് അവൾക്ക് കൊടുത്ത ആ മനോധൈര്യം, അത് ഞാൻ കണ്ടു. പിന്നെ പിന്നെ കേസിന്റെ വിധിയും വന്നു. എന്റെ മോളെ വെറുതെ വിട്ടില്ലേ? ഇല്ല ഇല്ല, ഒന്നുമില്ല. എന്റെ നെഞ്ചിൽ കയറി നിന്ന് കളിച്ചു വളർന്നവളാണ് അവൾ. എന്റെ ആത്മാവാണവൾ. അവളില്ലെങ്കിൽ ഞാനുണ്ടോ? നമുക്കാവുമോ അതിന്? പക്ഷേ നമ്മൾ കഴിയരുത്, പിടിച്ചു നിൽക്കണം. സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാം സഹിക്കുവാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. നിരപരാധിയായ സ്വന്തം മകൻ പാപികളായ നമുക്കൊക്കെ വേണ്ടി ക്രൂശിൽ സ്വയം ബലിയായി തീർന്നത് സ്വന്തം അമ്മ സഹിച്ചു നിന്നില്ലേ? നീ തളരരുത്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഓരോ അമ്മമാർക്കും അതിനുള്ള ശക്തിയുണ്ട്. കാരിരുമ്പുകൾ തറയ്ക്കുന്ന, നെഞ്ചു പിളരുന്ന വേദന അനുഭവിച്ചേക്കാം. പക്ഷേ തളരരുത്. അമ്മ സഹനമാണ്, അമ്മ സ്നേഹമാണ്. എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്ന പ്രപഞ്ച സത്യമാണ് അമ്മ. നമുക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. കാരണം പീഡനത്തിനിരയായി തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ മകൾ നൽകിയ ഒരു പ്രതികാരത്തിന്റെ സമ്മാനമാണിത്. നമുക്കെല്ലാം സഹിക്കാം, ക്ഷമിക്കാം, ഈ ലോകത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം. പീഡനത്തിനിരയായി ജീവൻ പൊലിഞ്ഞ കുരുന്നുകൾക്ക് വേണ്ടി, അമ്മ പെങ്ങന്മാർക്ക് വേണ്ടി നമ്മുടെ മകൾ കെടാവിളക്കായി പ്രകാശിക്കട്ടെ.
നമുക്ക് നാളെ വേണ്ട. ഞാൻ നമ്മുടെ പൊന്നുമോളെ കാണാൻ ജയിലിലേക്കൊന്ന് പോവുകയാ. എന്റെ പൊന്നുമോളെ കാണാൻ എന്നെ കൂടി കൊണ്ടുപോകുമോ? വേണ്ട, ഇപ്പോൾ വേണ്ട. ഇനി ഒരിക്കൽ നമുക്ക് പോയി കാണാം. എന്താണോ എന്ത് വേണം സാർ? എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം സാർ. ഇവിടെ ആരെയും കാണാൻ കഴിയില്ല സാർ. അങ്ങനെ പറയരുത്, ദയവേത് എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. മുൻകൂട്ടി അനുവാദം മേടിച്ചിട്ടുണ്ടോ? എന്റെ മോളെ ഒന്ന് കാണാൻ എന്തിനാണ് സാർ മുൻകൂട്ടി അനുവാദം? ശരി ശരി, അവിടെ അയക്കുന്ന സാറിനെ ഒന്ന് കണ്ടു നോക്കാം. സാർ. ആരാ? എന്താ വേണ്ടേ? എന്റെ മകളെ ഒന്ന് കാണാൻ വന്നതാ. അതെ, കാരണവർക്ക് വന്ന സ്ഥലം മാറിപ്പോയി. ഇത് ജയിലാ. ഇല്ല, ഞാൻ ഇവിടേക്ക് തന്നെയാ വന്നത്. അതെ, മോളുടെ പേരെന്താ? ജ്വാല. ഓ, അവളോ? കാണാൻ കഴിയില്ല, പൊയ്ക്കോ. എന്റെ മോളെ ഒരു നോക്ക് കാണണം, എന്നിട്ട് പൊയ്ക്കോളാം സാർ. ഇല്ല, കാണാൻ കഴിയില്ല. നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്? അല്ല, കാരണം നിങ്ങളോടല്ലേ പറഞ്ഞേ? മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ലേ? രാവിലെ കയറി വരും ഓരോ ദുശകനങ്ങൾ. ഞാൻ ദൂരെ നിന്നത് കണ്ടോളാം. നിങ്ങൾ ഡിസംബർ 12 വരൂ, അപ്പോൾ കാണാം നിങ്ങൾ. ശരിയെന്ന്, ആയിക്കോട്ടെ. ഇന്ന് ഡിസംബർ 12. സാർ, ഇന്നാണ് എന്റെ മോളെ കാണാൻ വരാൻ പറഞ്ഞേ. ഓ, താൻ വന്നോ? വന്നു സുസംഭോ, ആ കൊച്ചിന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തേ. എന്താ ബാഗോ? എപ്പോൾ? എന്റെ മോളെന്തേ? എവിടെയാ? എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. എന്താ ഇതെന്താ ബാഗോ? അയ്യോ അയ്യോ അയ്യോ, മോളുടെ തുണിയാണ്. അയ്യോ അയ്യോ, ഇതെന്താ കത്തോ? അയ്യോ അയ്യോ, മോളുടെ കത്ത്. അമ്മേ, ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിലാണ് ഞാനിപ്പോൾ. ഈ സുന്ദരമായ ലോകത്ത് എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അമ്മേ. ഈ സമൂഹം എന്നെ കൊലപാതകി എന്ന് വിളിച്ച് കല്ലെറിയുമ്പോഴും യഥാർത്ഥ കുറ്റവാളിയെ ഈ സമൂഹം തിരിച്ചറിയുന്നില്ലല്ലോ എന്നതിലാണ് അമ്മേ എന്റെ ദുഃഖം. അമ്മേ, അമ്മ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങൾ പാലിക്കാൻ ഈ സമൂഹം എന്നെ അനുവദിച്ചില്ല. ഇന്ന് ലോകത്തിന്റെ കണ്ണിൽ ഞാനൊരു കുറ്റവാളിയാണ്. പക്ഷെ എനിക്ക് ഭയമില്ല. കണ്ണീര് പൊഴിക്കാനോ ദയയാചിക്കാനോ അമ്മയുടെ ധീരയായി മകൾക്കാവില്ല. എന്റെ അമ്മയെ ഒരു പ്രധാന കാര്യം അമ്മയെ അറിയിക്കുന്നു. എന്റെ അവയവങ്ങൾ ദാനം ചെയ്യണം. അത് ഈ സമൂഹത്തിലെ അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ. അതിലൂടെ അമ്മയുടെ മകൾ അനശ്വരയായി തീരട്ടെ. എന്റെ ഈ കണ്ണുകൾക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണുവാനുണ്ട്. എന്റെ ഹൃദയത്തിന് ഇനിയും ഒരുപാട് തുടിക്കുവാനുണ്ട്. ഒരിക്കൽ കൂടി അമ്മയെ കാണണമെന്നും അമ്മയുടെ കൂടെ ഈ ലോകത്ത് ഇനിയും കഴിയണമെന്നുള്ള ആഗ്രഹത്തോടെ അമ്മയുടെ സ്വന്തം ജ്വാല.
ഞാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും നിങ്ങൾ എന്റെ മകളെ ഒന്ന് കാണുവാൻ അനുവദിച്ചില്ല. എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു, അവളെ ഒന്ന് കാണാൻ. നിങ്ങൾക്കറിയുമോ, എന്റെ മകൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാമോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എല്ലാം നിങ്ങൾ തകർത്തു കളഞ്ഞു. ഈ കത്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാമായിരുന്നു. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അവളുടെ അവസാനത്തെ ആഗ്രഹവും നിങ്ങൾ സാധിച്ചു കൊടുത്തില്ല. അവളുടെ ജീവന്റെ തുടിപ്പുകൾ പലർക്കും ജീവിതം കൊടുക്കുമായിരുന്നു. അവളെ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ഈ ലോകത്ത് അവൾ മറ്റുള്ളവരിലൂടെ ജീവിക്കുമായിരുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് മകളുടെ വരവും കാത്തിരിക്കുന്ന അവളുടെ പാവം അമ്മയുണ്ട്. അമ്മയോട് ഞാൻ എന്ത് പറയൂ, എനിക്കറിയില്ല. ഇല്ല ഇല്ല, ഞാനറിയില്ല. കാരണം ഈ സമൂഹം എന്റെ കൂടെയുണ്ട്. അവയവദാനമെന്ന വലിയ ഒരു സന്ദേശം ബാക്കി വെച്ചിട്ടാണ് എന്റെ മകൾ ജോല അടയുന്നത്. കഴുകനെ കൊണ്ടെന്റെ ഹൃദയം മുറിക്കിലും കഴുമരം നീട്ടിയൻ മുതുകിൽ തളയ്ക്കിലും ഒരു തുള്ളി രക്തത്തിണർപ്പിൽ നിന്നായിരം രക്തപുഷ്പങ്ങൾ ഉയിർത്തെഴുന്നേറ്റിടും. നീതിപീഠങ്ങളെ നിങ്ങൾക്കുമീതയിൽ, നീതിപീഠങ്ങളെ നിങ്ങൾക്കുമീതയിൽ പുലരാ പുലരി ചുവന്നുദിക്കും. ഇവൾ ജ്വാല ഇവിടെ പൂർണ്ണമാകുന്നു. അനീതിക്കെതിരെ നിലകൊള്ളുന്ന ജ്വാലയുടെ നിലപാട്, പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴുള്ള അവളുടെ ധൈര്യം, തൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തിയ ബൈബിളിലെ എസ്തേറിൻ്റെ കഥയെ ഓർമ്മപ്പെടുത്തുന്നു. കഥാപാത്രങ്ങളും ജീവൻ നൽകിയവരും ജ്വാല, അയോണ ചിനോ, ജ്വാലയുടെ അപ്പൻ മിലൻ മാത്യു, ജ്വാലയുടെ അമ്മ എവ്ലിൻ വിനോദ്, ജഡ്ജ് ബ്രയൻ ജോസഫ്, പബ്ലിക് പ്രോസിക്യൂട്ടർ എഡ്വിൻ സജി, പ്രതിഭാഗം വക്കീൽ ബ്രിട്വിൻ ജോസഫ്, കോടതി ക്ലർക്ക് ആഷ്ലിൻ ജോബൻ, അമല ബെലീന മേരി, പോലീസ് ഉദ്യോഗസ്ഥ ആൻഡ്രിയ ആൻഡ്രൂസ്, പോലീസ് ഓഫീസർ സിറിൽ ഡൊമിനിക്. അവതരണം കോബാർ സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ്. താങ്ക് യു.